നമസ്കാരം. തിരൂർ സതീഷിന്റെ വെളിപ്പെടുത്തലിൽ തന്നെ അറങ്കം പുറഞ്ചം പാളിയിരിക്കുന്ന ബി.ജെ.പിയെ വെട്ടിലാക്കി പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി ബി.ജെ.പി നേതാവ് എം.ടി രമേശ് 9 കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് മുൻ സംസ്ഥാന സെക്രട്ടറിയായ എ.കെ. നസീറിന്റെ വെളിപ്പെടുത്തൽ. സ്വകാര്യ മെഡിക്കൽ കോളേജിന് അനുമതി വാഗ്ദാനം ചെയ്താണ് എം.ടി രമേശ് കൈക്കൂലിയായി 9 കോടി രൂപ കൈപ്പറ്റിയത്. മെഡിക്കൽ കോഴ കേസിൽ പുനരന്വേഷണം നടത്തിയാൽ ബി.ജെ.പി നേതാക്കൾക്കെതിരെ തെളിവ് കൈമാറാൻ തയ്യാറാണെന്നും നസീർ പറയുന്നു. കേസിൽ വീണ്ടും അന്വേഷണം തന്നെ നടത്തേണ്ട എന്നാണ് നേതാവിന്റെ സ്റ്റാൻഡ്. കുമ്മനം രാജശേഖരൻ സംസ്ഥാന പ്രസിഡന്റായിരുന്ന കാലത്ത് ബി.ജെ.പിയെ പിടിച്ചുലച്ച മെഡിക്കൽ കോഴ വിവാദം അന്വേഷിച്ച 2 അംഗ സമിതിയിലെ അംഗമായിരുന്നു പാർട്ടിയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി എ.കെ. നസീർ. പാർട്ടിയോട് പിണങ്ങി നസീർ CPM-ൽ ചേർന്നത് സമീപകാലത്താണ്. എന്നാൽ മെഡിക്കൽ കോഴയുമായി ബന്ധപ്പെട്ട് പുതിയ വെളിപ്പെടുത്തലുകളുമായാണ് നസീർ ഇപ്പോൾ രംഗത്ത് വന്നത്. പാലക്കാട് ചെർപ്പുളശ്ശേരിയിലുള്ള സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് പാർട്ടി നേതാവ് എം.ടി രമേശ് കോഴ വാങ്ങിയെന്നാണ് നസീറിന്റെ ആരോപണം. കോഴക്കാര്യം മുൻ സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ളയടക്കം നേരിട്ട് മനസ്സിലാക്കിയിട്ടും നടപടി ഉണ്ടായില്ല. തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് സംസ്ഥാന സമിതി അംഗമായിരുന്ന RSS വിനോദ് കോഴ വാങ്ങിയ സംഭവത്തിന്റെ അന്വേഷണത്തിലാണ് എം.ടി രമേശ് കോഴ വാങ്ങിയതിനെ കുറിച്ചുള്ള ആദ്യ സൂചനകൾ കിട്ടിയത്. പക്ഷേ കോഴ വാങ്ങിയവർക്കെതിരെയല്ല, അത് അന്വേഷിച്ച് കണ്ടെത്തിയവർക്കെതിരെയാണ് പാർട്ടി പിന്നീട് നീങ്ങിയതെന്നും നസീർ ആരോപിക്കുന്നുണ്ട്. കേസിൽ ഇനിയും അന്വേഷണം ഉണ്ടായാൽ കോഴയുടെ തെളിവുകളടക്കം കൈമാറുമെന്നും നസീർ അവകാശപ്പെടുന്നു. എന്നാൽ മുമ്പ് വിജിലൻസ് അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ആരോപണം ഉന്നയിക്കാൻ നസീർ തയ്യാറായില്ലെന്നൊക്കെയുള്ള ബാലിശമായ മറുചോദ്യമൊക്കെ ഉന്നയിച്ച് നൈസായിട്ട് അങ്ങ് തടിയൂരാനുള്ള ശ്രമമാണ് എം.ടി രമേശിന്റെതെന്നാണ് ആരോപണം. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എം.ടി രമേശിന്റെ പേര് വീണ്ടും ഉയർന്നു വരുന്നതിനിടെയാണ് ബി.ജെ.പി മൊത്തം പൊല്ലാപ്പിലാക്കിയേക്കാവുന്ന വെളിപ്പെടുത്തലുമായി അനുഭാവികൾ തന്നെ രംഗത്ത് വരുന്നത്. തെരഞ്ഞെടുപ്പ് തോൽവിയും കൊടകര കുഴൽപ്പണ കേസും ഒക്കെ സുരേന്ദ്രനെ പാർട്ടിയിൽ ഒറ്റപ്പെടുത്തി. ആ അവസരത്തിലാണ് മുതിർന്ന നേതാവായ എം.ടി രമേശിന്റെ പേര് ഉയർന്നു വന്നത്. രമേശിനെതിരെ കൂടി കേസായതോടെ തലപ്പത്തേക്ക് ആരുമില്ലാത്ത അവസ്ഥയിലെത്തി ഇപ്പോൾ ബി.ജെ.പി.